Hi everyone, welcome to the world of Islamic Finance and Accounting. ഇസ്ലാമിക് ഫിനാൻസ് അഥവാ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം 1963 ഈജിപ്തിൽ മിഡ്കമർ ഇസ്ലാമിക് ബാങ്കിന് ഡോക്ടർ അഹമ്മദ് അലി നഗാർ തുടക്കം കുറിച്ചു. അദ്ദേഹത്തിനെയാണ് ഇസ്ലാമിക് ഫിനാൻസിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ശേഷം പ്രമുഖരായിട്ടുള്ള പല ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പല ആൾക്കാരുടെയും കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുണ്ട്. രണ്ടാമതായി അറിയപ്പെടുന്നത് ഡോക്ടർ നജാത്തുള്ള സിദ്ദീഖിയാണ്. ഇന്ന് ലോകത്തിൽ ഏഷ്യ, ആഫ്രിക്ക, ഗൾഫ് രാഷ്ട്രങ്ങൾ പോലുള്ള പല സ്ഥലത്തും ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിനെ ഇസ്ലാമിക് ബാങ്കിങ് എന്നുള്ള രീതിയിലും ആണ് ഉപയോഗിക്കുന്നത്. പല മ്യൂച്വൽ ഫണ്ടുകൾ, സ്റ്റോക്ക് മാർക്കറ്റുകൾ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ കീഴിൽ ഹലാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പോലുള്ളവ പലതും ഇന്ന് നടക്കുന്നുണ്ട്. ഇസ്ലാമിക് ഫിനാൻസ് അഥവാ ഇസ്ലാമിക് ബാങ്കിങ്ങിൻ്റെ അടിത്തറ ഇസ്ലാമിക് ശരിഅ ലോയുടെയും ഖുർആൻ്റെയും ബേസ് ചെയ്തിട്ടാണ് ഇസ്ലാമിക് ഫിനാൻസ് വർക്ക് ചെയ്യുന്നത്. ഇസ്ലാമിക് ഫിനാൻസിൽ റിബ, മൈസർ, ഖറാർ പോലെയുള്ള ചില ഘടകങ്ങളെ പ്രതിരോധിച്ചിട്ടും നിഷിദ്ധമാക്കിയിട്ടുമുണ്ട്. അഥവാ ഹറാമായിട്ടുള്ള ആക്ടിവിറ്റീസിനെ പരിപൂർണമായിട്ടും ഇസ്ലാമിക് ഫിനാൻസ് ഉപേക്ഷിച്ചിരിക്കുന്നു. ഇസ്ലാമിക് ഫിനാൻസ് പ്രാവർത്തികമാക്കുന്നുള്ളത് ഇസ്ലാമിക് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിനെ ബേസ് ചെയ്തിട്ട് ആണ്. അഥവാ മുളാറബ പ്രോഫിറ്റ് ഷെയറിംഗ്, മുഷാറക്ക ജോയിൻറ്റ് വെഞ്ചേഴ്സ്, മുളാറബ കോസ്റ്റ് പ്ലസ് ഫിനാൻസിങ്, അതുപോലെ ഇജാറ ലീസിങ്, തക്കാഫൽ ഇൻഷുറൻസ്, സുക്കൂക്ക് ബോണ്ട്, അതുപോലുള്ള പല കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇസ്ലാമിക് ഫിനാൻസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇനി അഥവാ കീ പ്രിൻസിപ്പിൾസ് ഓഫ് ഇസ്ലാമിക് ഫിനാൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് പ്രൊഹിബിഷൻ ഓഫ് ഇൻട്രസ്റ്റ്, അതായത് പലിശയെ പരിപൂർണമായിട്ടും ഇസ്ലാമിക് ഫിനാൻസ് തടഞ്ഞിരിക്കുന്നു. ഇസ്ലാമിക് ഫിനാൻസിൽ പലിശ, പണം ഇരട്ടിപ്പിക്കൽ, പണം കൊടുത്തിട്ട് അതിനെ ഇരട്ടിപ്പിക്കലും, അതുപോലെ സേവനങ്ങളിൽ അളവിലും തൂക്കത്തിലും വ്യത്യസ്തത വരുത്തുന്നത് ഇസ്ലാമിക്കലി അത് ഹറാമാണ്. അതുപോലെ റിസ്ക് ഷെയറിങ് തുല്യമായിട്ടുള്ള രീതിയിലായിരിക്കണം റിസ്ക് ഷെയറിങ് ഇസ്ലാമിക് ഫിനാൻസിൽ. നമ്മുടെ പ്രൊഫിറ്റിന് അനുസരിച്ചല്ല, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അനുസരിച്ചുള്ള പ്രൊഫിറ്റ് ഷെയറിങ് റേഷ്യോയിലും വേണം ഇസ്ലാമിക് ഫിനാൻസിൽ റിസ്ക് ഷെയർ ചെയ്യാൻ. അതുപോലെ തന്നെ എത്തിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പണം ഹലാല ബേസ് ചെയ്തിലാണോ ഹറാമിലാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ബോധം ഉണ്ടായിരിക്കണം. ആൽക്കഹോൾ, ഗാംബ്ലിങ്, പോർക്ക് തുടങ്ങിയിട്ടുള്ള ഹറാം ആക്ടിവിറ്റീസിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കലരാൻ പാടില്ല. അതുപോലെ തന്നെ അസറ്റ് ബാക്ക്ഡ് ട്രാൻസാക്ഷൻ, ഏതൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും അവിടെ ഒരു ടാൻജിബിൾ ആയിട്ടുള്ള ഒരു റിയൽ ബേസിക് അസറ്റ് ഉണ്ടാവണം. ഇന്ന് മാർക്കറ്റ് കണ്ടീഷൻസിൽ ബിറ്റ് കോയിൻ, ക്രിപ്റ്റോ കറൻസി പോലുള്ള ഹറാമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷൻസിലും ഇസ്ലാമിക്കലി ഹലാൽ അല്ല, അതെല്ലാം ഹറാമായിട്ടുള്ള ട്രാൻസാക്ഷനാണ്. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ അല്ലാതെ അസറ്റ് ബാക്ക്ഡ് ട്രാൻസാക്ഷൻസ് ആയിരിക്കണം ഇസ്ലാമിക് ഫിനാൻസിൽ എന്ന് നിർബന്ധമുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ആൻഡ് ഫെയർനെസ്, എല്ലാ ട്രാൻസാക്ഷനും ക്ലിയർ ആയിരിക്കണം, വോയിഡബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ അതൊന്നും അൺസർട്ടൈനിറ്റി, ഇൻട്രാഡേ ട്രേഡിംഗ് അഥവാ ഒരു ദിവസം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ആ ദിവസം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനെ വിഡ്രോ ചെയ്യുന്ന ഇൻട്രാഡേ ട്രേഡിങ്ങിന് ഇസ്ലാമിക്കലി അൺഎത്തിക്കലാണ്. ആ പ്രാക്ടീസസിനെ ഇസ്ലാമിക് ഫിനാൻസിൽ നിരോധിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി ഈ പേജ് ലൈക്ക് ആൻഡ് ഫോളോ ചെയ്യുക. താങ്ക്